കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മുട്ടുമേൽ നിന്നുകൊണ്ട് ലോകത്തിന് നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ശുശ്രൂഷ കാണുന്നവർ, ടെലിവിഷൻ ചാനലിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് സമർപ്പിച്ച പ്രാർത്ഥന ആവശ്യങ്ങൾ, ഓൺലൈൻ ഉടമ്പടി നിയോഗങ്ങൾ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിച്ച് കർത്താവിനെ വരവേൽക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. ദൈവമേ ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ചൈതന്യം നിറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടാം. വന്ദനം തേ വന്ദനം, ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നു. സ്നേഹിച്ചുകൊണ്ടേറ്റ് പാടാം. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. എല്ലാവരും സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഹൃദയം കൊടുത്ത് കരങ്ങളുയർത്തി സ്തുതിക്ക്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ സമയം എല്ലാ മക്കളിലും നിറയണമേ, ലോകം മുഴുവനും നിറയണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ മാനസങ്ങളെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവാത്മാവേ, സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ശ്രീനാഥ
സ്വർഗതാത വന്ദനം തേ വന്ദനം സ്നേഹതാത ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന. എല്ലാവരും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക. അമേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥിക്കുക. ഉടമ്പടിയെടുത്തിട്ട് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓൺലൈൻ ഉടമ്പടിയെടുത്തുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് ഭൂഖണ്ഡങ്ങളായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, ടെലിവിഷനിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, ഇപ്പോൾ അവിടെ നിയോഗങ്ങള് ഏറ്റെടുക്കണമേ. ഉടമ്പടിയിലെ എല്ലാ നിയോഗം ഏറ്റെടുക്കണമേ. യേശുവേ ആരാധന. ആരാധനയും സ്തുതിയും ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. സ്നേഹതാത സ്വർഗതാത വന്ദനം തേ വന്ദനം. സ്നേഹതാത സ്വർഗതാത വന്ദനം തേ വന്ദനം. പരിശുദ്ധമേ, പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും എല്ലാവരും ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും വാഗ്ദാന പേടകമായ നമ്മുടെ അമ്മയായ ഈ അൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ സമയം മൗനമായിട്ട് സമർപ്പിക്കുക. ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിച്ചിരിക്കുന്ന 6 നിയോഗങ്ങളുടെ മേൽ അവിടുത്തെ സാന്നിധ്യം നിറയണമേ. ഖനായിലെന്ന പോലെ അത്ഭുതം നിറയണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും വന്ദനം വന്ദനം സ്നേഹതാത സ്വർഗതാത വന്ദനം വന്ദനം ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ ജീവനാഥ ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ സ്നേഹതാത സ്വർഗതാത വന്ദനം സ്വർഗത്തിന്റെ ദാനമായ ദൈവം പരിശുദ്ധാത്മാവിന്റെ എല്ലാ മാനസങ്ങളെ ലോകനാഥ പാദനാഥ ആരാധിച്ചു നമിക്കുന്നേ ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ ലോകനാഥ ലോകനാഥ പ്രാണനാഥ വ്യാധികൾ കഴിയുന്നവര് ലോകത്തിൽ കഴിയുന്നവര് ഭാഷാവരത്തോടെ ഭാഷാവരത്തോടെ കുടുംബങ്ങളിൽ ഇരുന്നുകൊണ്ട് ആശുപത്രികളിൽ ഇരുന്നുകൊണ്ട് സമൂഹങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് കർത്താവിന്റെ ജീവിത നിയോഗങ്ങള് അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങള് കർത്താവെ അനേകര് ദിവസബുധനങ്ങളൊന്ന് കയ്യും പ്രാർത്ഥന സ്വീകരിച്ചു പോയ ദൈവമക്കള് അവരെ സ്പർശിക്കണമേ കർത്താവെ കോടതി കേസുകൾ കഴിയുന്നവര് ജപ്തി നടപടികൾ കഴിയുന്നവരെ ഓൺലൈനിലും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും അങ്ങിപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കനിഞ്ഞരുളിയ ഈ വിശുദ്ധ അത്താഴയുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാ മക്കൾക്കും വേണ്ടി തകർന്ന കൊറോണ മൂലം എല്ലാ തകർച്ച, സാമ്പത്തിക തകർച്ച, മാനസിക തകർച്ച, ജീവിത തകർച്ച, എല്ലാ തരത്തിലും വേദനിച്ച് അങ്ങേ നാഥനും രക്ഷകരുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ സ്വർഗത്തിന്റെ കനിവ് ചൊരിയണമേ. സ്വർഗത്തിന്റെ കനിവായിരുന്ന കർത്താവിന്റെ കൃപ ചൊരിയണമേ. ശ്രുതികട്ടെ ശ്രുതിയുടെ ഹല്ലേലൂയ. സ്നേഹരൂപ വന്ദനം ദേവം സ്നേഹരൂപ വന്ദനം ദേവം. Praise the Lord. Praise the Lord.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും സ്തുതികയുടെ കർത്താവിന്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ഓൺലൈനിൽ ഉടമ്പടിയിലായിരിക്കുന്ന മക്കള് കർത്താവേ ലൈറ്റക്കാരിൽ നേരിട്ട് പ്രാർത്ഥിക്കുന്നവര് കർത്താവെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്നേഹരൂപ വന്ദനം തേ വന്ദനം. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. സ്നേഹത്താര സ്വർഗത്താര വന്ദനം തേ വന്ദനം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും കൂടാരത്തിലുള്ള എല്ലാവരും ഭാഷാപരത്തോടെ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ അഭിലഷിക്കുകയാണ്. ഒരിക്കലെ മോസസ് പറഞ്ഞ ഒരു വാക്കാണ്. അതുപോലെ കൃപാസനത്തെ സ്തുതിക്കുന്ന ഓൺലൈനിലും വിവിധ ഭൂഖണ്ഡങ്ങളിലും ഇപ്പോൾ കൃപാസനത്തെ സന്നിഹിതരായിരിക്കുന്ന മക്കളോ എല്ലാവർക്കും, കുറച്ച് പേർക്ക് അനുഗ്രഹം പറഞ്ഞ് സാക്ഷ്യം പറയുകയല്ല, എല്ലാവരും യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു ലക്ഷ്യം. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തിമോത്തി ലേഖനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാകും. എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടണം. ദാറ്റ് മീൻസ് എല്ലാവരും കർത്താവിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തിന് അർഹരാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ ആത്മാവിന്റെ നിറവിലെ പരിശുദ്ധ പിതാവിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈശോയിലൂടെ ലോകത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ലഭിക്കാൻ ഞങ്ങൾ ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സിന്റെ പ്രാർത്ഥനകൾ കർത്താവേ, അവരുടെ മുമ്പിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ കർത്താവേ, തീരാ രോഗികളുണ്ട് കർത്താവേ, ഭവനരഹിതരുണ്ട് കർത്താവേ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, സന്താനമില്ലാതെ വിഷമിക്കുന്നവര്, കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവര് ചേർന്ന് പാടാം. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ ദൈവസ്നേഹത്തോടെ പാടാം. ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഞാനെപ്പോഴും അൾത്താറയിൽ എടുക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്, സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമ്പടിയുടെ തനി സ്വഭാവം കാണിക്കണ ചില സാക്ഷ്യങ്ങളുണ്ട്. കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ ചിലർക്ക് കിട്ടുമ്പോൾ ഒരു 50% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, ചിലപ്പോൾ 75% ഉടമ്പടി സ്വഭാവം ഉണ്ടാവും, 100% ഉടമ്പടി സ്വഭാവം ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ. അതാണ് അച്ഛൻ അൾത്താറയെ സെലക്ട് ചെയ്യണത്. അല്ലാത്തത് യൂട്യൂബിൽ ഇടും നിങ്ങൾക്ക് കാണാൻ.
കേൾക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി. അൾത്താരയ്ക്ക് അതിൻ്റെ ഫീലിംഗ് ഇപ്പോൾ ഞാൻ അൾത്താര ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാ ദിവസവും കൗൺസിലിംഗ് ഉണ്ടല്ലോ. അൾത്താര ചെയ്യുന്നതാണ് ചെയ്യണത്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റാണ് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ദൈവം ഇടവരുത്തണമെങ്കിൽ ആ 1 മിനിറ്റിനുള്ളിൽ അമ്മ നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ തന്നെ 10,000 ആൾക്കാർ പ്രാർത്ഥിച്ച ബലിപീഠത്തിൽ അൾത്താരയിൽ നിന്നുകൊണ്ടാണ് ആൾക്കാരോട് സംസാരിക്കണത്. ഇപ്പോൾ കൗൺസിലിങ്ങിന് പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഒരാളിന് അരമണിക്കൂറൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അൾത്താരയിൽ വരുമ്പോൾ 1 സെക്കൻഡ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് ആ വിഷയം കേട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ നമുക്ക് അൾത്താരയിൽ പ്രാർത്ഥനാ കൗൺസിലിംഗ് ഉള്ളത്. ഇപ്പോൾ കുറച്ച് കയ്യിലെ നീരൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരാഴ്ച മുഴുവൻ നിൽക്കണ കാരണം പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ അത് ഞാൻ പറയാം നിങ്ങളോട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ സാക്ഷ്യം ഇവരിങ്ങനെ പറയുമ്പോൾ തന്നെ അൾത്താരയിൽ എൻ്റെ വൈബ്രേഷൻ വരും. കാര്യം ദൈവ അരൂപി പ്രവർത്തിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകും, നിങ്ങൾക്കും ഉണ്ടാവും. ഇപ്പോൾ ചിലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അത് വേറൊരു സാക്ഷ്യമാണ്. അവിടെ മുതുകത്ത് നീരിങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങോട്ടും ഇല്ല, ഈ നീര് ഇങ്ങോട്ടും ഇല്ല. കുത്തുവെക്കാനും പറ്റണില്ല, തൈലം പെരട്ടിയും പറ്റണ ഒന്നുമില്ല. മുതുകത്ത് ഇങ്ങനെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അനുസരിച്ച് ഇതെന്ത് തൂങ്ങിക്കിടക്കണം, സഞ്ചി പുറകെ ഇട്ടിരിക്കണമെന്ന് തോന്നും. പക്ഷേ ഈ സമയത്ത് ഇതുപോലെ നിങ്ങൾ ഈ ആരാധന സമയമില്ലേ, ഈ സമയത്ത് സാക്ഷ്യങ്ങൾ കുറേ ഉണ്ട് ആൾക്കാർ പറഞ്ഞത്. അതായത് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ദർശനങ്ങളില്ലേ, അത് കർത്താവ്, ഞാൻ വെറുതെ ഇങ്ങനെ പറയത്തില്ല, എനിക്ക് കർത്താവ് സൂചന തന്ന് എൻ്റെ മനസ്സിന് ബോധ്യം ഉണ്ടായെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അത് കളത്തരായി പോകും. കളത്തരല്ല, അതൊരു ദൈവനിശ്ചയം പ്രകാരം ആയിരിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദർശനം ദൈവം തരത്തില്ല. അതാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ആന്തരിക ബോധ്യം കിട്ടിയാൽ മാത്രമേ ഞാനത് അനൗൺസ് ചെയ്യത്തുള്ളൂ. കാര്യം ഇത് ഒരു 10,000 പേര് ഈ ഓൺലൈനിലുണ്ടല്ലോ ഇപ്പോഴേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈശോ മുതുക് കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞ്, മുതുകിന് എന്തോ ഭാരമുള്ളയാളെ ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തണുണ്ടെന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീയുടെ മുതുക് ഇങ്ങനെ ചൊട്ടിപ്പോകും. ഇത്രയും ആരാണ് ഇപ്പോൾ ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പാടുകയില്ലേ, ഞങ്ങൾ പാടുമ്പോൾ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ നന്ദി. അപ്പം ഞങ്ങളുടെ മനസ്സിൽ അത് ഭയങ്കര 100% ഉണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പാട്ടല്ല, ഇത് പ്രാർത്ഥനയാണ്. നിങ്ങൾ കൃപാസനത്തിലെ ഒരു സംഭവം ഞങ്ങൾ പാട്ട് പാടാറേ ഇല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് പാട്ടാക്കി മാറ്റുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും പാട്ട് കേൾക്കണതിൻ്റെ കാര്യം ഇതാണ്. ആരാധന കൂടെ കാര്യം ആരാധന വേറെ പാട്ട് വേറെ, അങ്ങനെ ഒരു കച്ചേരി പരിപാടിയില്ല. മറിച്ച് ആരാധനയിൽ വരുന്ന ദൈവസ്നേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്കത് ഏറ്റവും സിമ്പിൾ ട്യൂണാക്കി കൊടുത്തിട്ട് അവർക്കത് പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റാനാണ് ഈ പലപ്പോഴും നമ്മുടെ പാട്ടുകളെല്ലാം വളരെ, ഞാനൊരു സംരക്ഷണം കൊണ്ടിരുന്നുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ച് നോക്കിയിട്ടാണ് കുറേ പാട്ടുകളെ തിരഞ്ഞെടുത്തിട്ട് അതിനെ കളയും. അവസാനം അഭിഷേകം ഉള്ളതിനെ മാത്രം എടുക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അല്ലാതെ പെട്ടെന്നിങ്ങനെ ഒരു സ്ക്വയർ പാടണമല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ കർത്താവ് എന്നെ സ്പർശിക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ അതേ രീതിയിൽ ആഴമായിട്ട് ഞാൻ പാടുകയല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. ഞാൻ പ്രാർത്ഥിക്കണ ഈ സമയത്ത് കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞാൻ ഏത് വൻകരയിലാണ് എൻ്റെ മക്കളുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് ഞാനിപ്പോൾ ആരാധന വെച്ചിരിക്കുകയാണ്. ആ മക്കളെ ഇപ്പോൾ ഈശോ സ്പർശിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, അതുപോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പെരുമുറവാർന്ന് വലതു തരാം, ആണിപ്പുറതാർന്ന് വലതു തരാം. അത്ഭുതങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ, വിശയടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശയടിക്കണമേ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ, വിശയടിക്കണമേ കൊടുങ്കാറ്റ്. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് ജീവിതത്തെ
എന്റെ കൊച്ചു ജീവിതത്തിൽ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഓൺലൈൻ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ശ്രദ്ധിക്കുക, കൈ നെഞ്ചത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുട്ട എന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടിരുന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് ഏറ്റെടുക്കാനുള്ള കൃപ നൽകണമേ. കർത്താവേ കുടുംബ സമാധാനമില്ലാത്തവര്, മാരക രോഗങ്ങളിൽ കഴിയുന്നവര്, ഉടമ്പടിയിൽ 6 നിയോഗങ്ങളില് ഇപ്പോൾ ഈശോ ദിവികാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും, കൃപാസന ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള മക്കള്, കൃപാസന ശുശ്രൂഷകളിൽ പങ്കെടുത്ത മക്കള് ഈശോ സ്പർശിക്കുകയാണ്. ഈ ശുശ്രൂഷയിലായ തലസഭ നിയോഗങ്ങളെടുക്കുന്നത് ഈശോ സ്പർശിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അഭിഷേകം ചൊരിയണമേ. ഈശോയെ ആരാധന. കർത്താവേ ബഹുമാനി യോസേഫിനെ കൊടുക്കണമേ. തിരുസഭയെ ആശീർവദിക്കണമേ. പരിശുദ്ധ പിതാവിനെ ആശീർവദിക്കണമേ. സകല കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികര്, സന്യസ്തരെ ആശീർവദിക്കണമേ. ഈശോയെ ആരാധന. എല്ലാ ധ്യാനകേന്ദ്രങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ, ദൈവസ്നേഹത്തോടെ ജീവിക്കാൻ, കർത്താവിനെ ഏറ്റെടുക്കാൻ ഈശോയെ ശക്തി പകരണമേ. ഓരോ വ്യക്തികളും, ഓരോ കുടുംബങ്ങളും, സന്താനമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, കുടുംബ സമാധാനമില്ലാത്തവര്, തെറ്റായ അവസ്ഥയിൽ കഴിയുന്നവര്, കടക്കടിയിൽ കഴിയുന്നവരെ ഈശോയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ ആരാധന. കർത്താവേ അനേകര് യോസേഫിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു പോയ മക്കള്, മാരക രോഗികൾ കഴിയുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ അങ്ങ് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന. ദിവികാരുണ്യത്തിന്റെ ശക്തി ലോകത്തിൽ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓരോ മക്കളെയും സ്പർശിക്കുകയാണ്. ദിവികാരുടെ ഈശോ ഓരോ കുടുംബങ്ങളിലും അനുഗ്രഹമാവുകയാണ്. ദിവികാരുടെ ഈശോ ഓരോ ഉടമ്പടിയില് 6 നിയോഗങ്ങളിൽ മുദ്ര ചെയ്യുകയാണ്. ദിവികാരുടെ ഈശോ ഇതാ ഓരോ വ്യക്തികളെയും സ്പർശിക്കുകയാണ്. ഈ ദിവികാരുടെ ഈശോ പ്രാർത്ഥനത്തിന്റെ ഓരോ പ്രോജക്റ്റുകളെ ആസ്വദിക്കുകയാണ്. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവികാരുടെ ഈശോ പരിശുദ്ധപ്പെടുവാൻ തിരുസഭയുടെ മേൽ ദൈവത്തിന്റെ ആശീർവാദം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപ്തി നടപടി കഴിയുന്നവരെ ഈശോ ഏറ്റെടുക്കുകയാണ്. യേശുവിൽ മുറുകി കഴിയുന്നവരെ ദിവികാരുടെ ഈശോ ഏറ്റെടുക്കുകയാണ്. അന്ധകാരത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ ദിവികാരുടെ ഈശോ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നെ പറയുന്നു. സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ നന്ദി കർത്താവേ, ഈശോയെ നന്ദി കർത്താവേ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ
പരിശുദ്ധ ഈശോയെ